കണ്ടിന്യൂ ചെയ്യൂ. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ബൈ. പറഞ്ഞത് കേട്ടില്ലേ? തുടങ്ങിക്കൊള്ളൂ. വേണ്ട വേണ്ട, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ യോഗ ചെയ്യാൻ പോവുകയാണ്. സംശയമുണ്ടോ? പോപ്പട്ട്, ഒരു മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ. അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റി? എടാ, അടുത്തിരിക്കുന്നവന്റെ ശക്തി എന്താണെന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ചു നോക്ക്. സംശയമുണ്ടോ? അടിപൊളി. ബോഡി ബിൽഡിംഗ് ചെയ്യാണോ? കിറ്റ് കിറ്റ്, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? പോപ്പറ്റ് അളിയനാ എന്നെ വിളിച്ചത്. അളിയൻ ഇതാണ്. ബണ്ണി, നീയാണോ വിളിച്ചത്? നിന്റെ തലക്കകത്ത് എന്താടാ മണ്ണാണ് നിറച്ചു വെച്ചിരിക്കണേ? തോത്താറാം ചേട്ടൻ പോപ്പറ്റിനെ വിളിച്ചിരിക്കുക. എന്തിനാ വിളിച്ചത്? എനിക്കറിയില്ല. ചേട്ടൻ വിളിക്കാൻ പറഞ്ഞു, ഞാൻ വിളിക്കാൻ ഇങ്ങോട്ട് വന്നു. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ഞാൻ പോയിട്ടൊന്ന് കണ്ടിട്ടിങ് വന്നേക്കാം. നിക്കേ. അല്ല, ഒരു ലിഫ്റ്റ് തരുമോ എന്ന് വെച്ചാ ഞാൻ നിന്റെ പുറത്തിരുന്നോട്ടെ ചോദിച്ചതാ. എന്റെ അമ്മോ! ഇത്രേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നേക്ക്. എടാ തോത്താറാമേ, ഒരു മിനിറ്റ്. നീ എന്തായി കാണിക്കുന്നേ? അതെ അണ്ണാ, അണ്ണൻ റെസ്റ്റ് എടുക്കണ്ണ. യുമാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ, എടാ എടാ വിടറാ. എടാ എടാ വിടാൻ. അണ്ണന് വേണ്ടി നിന്നെ വെറുതെ വിടുകയാണ്. എന്നെ നിനക്ക് അറിയില്ല. അല്ല, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? അതേടാ, ഇവ എന്നോട് ജിം ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സ്ഥലം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഞങ്ങൾ വേൾഡ് ടൂറിന് പോയപ്പോൾ ഇയാൾ ഇതിൽ ജിം തുടങ്ങി. എന്തിനാ? എടാ, ഇത് എന്റെ വീടാണ്. ജിം തുറക്കുന്നതും തുറക്കാത്തതും എന്റെ ഇഷ്ടമാണ്. ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴാ എന്നോട് ഒഴിഞ്ഞു പോകാൻ പറയുന്നത്. തോത്താറാമേ, അടിപിടി കൂടാൻ എന്താണ് ആവശ്യമുള്ളത്? ഇതൊക്കെ സംസാരിച്ച് തീർക്കാനല്ലേ ഉള്ളൂ. സംശയമുണ്ടോ? അതേന്നെ, സംസാരിക്കാന്ന് പറഞ്ഞതാ. നോക്ക, ഞാൻ കസാര പോലെ ഇട്ടതാ. ഈ കാര്യം സംസാരിക്കാൻ വേണ്ടിയാ നിന്നെ വിളിച്ചോണ്ട് വരാനാ കിറ്റ് അയച്ചതാ. എന്നാൽ യുവമാര് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഞാൻ യുവമാർക്കിട്ട് 2 കൊടുത്തു. അണ്ണൻ പറഞ്ഞാ ശരി. യുമാരുടെ കൂമ്പിടിച്ച് പരത്തണ്ണ. അടിച്ചു പരത്താൻ എന്താടാ അത്? പൊറോട്ട മാവാണെന്ന് വിചാരിച്ചോ? ഞാൻ നിങ്ങളോട് പറയുവാണ്, മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും ഗ്രാമസഭയിൽ സംസാരിച്ചാൽ മതി. ഈ പാല് കുടിച്ചോ? ഇവന്റെ പാലും ഞാൻ കുടിക്കാം. നീ എന്റെ പാല് കുടിച്ചു അല്ലേ? ഇല്ലല്ലോ. കള്ളം പറയുന്നത് നീ. ഒന്ന് മതിയാക്കൂ. ഒന്ന് നിർത്തൂ. ഇപ്പൊ ഞാൻ വൃത്തിയാക്കിയതേ ഉള്ളൂ. ഒന്ന് മതിയാക്കൂ. എന്താടാ ഇതൊക്കെ? എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? ആദ്യം പില്ലോ ഫൈറ്റ് തുടങ്ങിയത് ബണ്ണിയാണ്. അതെ, ഞാൻ സാക്ഷിയാണ്. എന്റെ ഗ്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ പാലും ഇവൻ കുടിച്ചു. എന്ന് വെച്ച് ഇങ്ങനെ അടികൂടണമെന്നുണ്ടോ? നീ വഴക്കൂടിയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ പാല് കുടിച്ചുകൊണ്ടല്ലേ ഞാൻ വഴക്കുണ്ടാക്കിയേ? ബന്നി പറഞ്ഞത് ശരി തന്നെയാണ്. ഒരു പക്ഷേ ഹണി പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ആര് വഴക്ക് തുടങ്ങി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. വഴക്കിനുള്ള കാരണം എന്താണ്? അതാണ് പ്രധാന പ്രശ്നം. പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയാണ് ഇവിടെ പ്രശ്നക്കാരൻ. സംശയമുണ്ടോ? ഒരു സംശയമില്ല. വക്കീലിനെ പോലെ ഉണ്ടല്ലോ അല്ലേ? അണ്ണനെ കണ്ട ഒറിജിനൽ വക്കീൽ തോറ്റു പോകും. ഞാൻ നിങ്ങളുടെ പരാതി വായിച്ചു. എന്റെ ഈ കണ്ണാടി വെച്ച് എന്താ പ്രശ്നം തോത്താറാം? ഇയാൾ എന്ത് പറയാനാ? ഞാനെല്ലാം പറയാം. ഇയാളുടെ വീട് ഇയാൾക്കുള്ളതാണ്. മറ്റുള്ളവർ വന്നു കയറി താമസിക്കാനുള്ളതല്ല. എന്റെ പൊന്നു സാറേ, ഇവന്മാർ ചെയ്തതൊക്കെ തെറ്റാണ്. സംശയമുണ്ടോ? ആ വീട് ഞങ്ങളുടെ സ്വന്തം വീട് പോലെയാണ്. തോത്താറാം ഉടൻ തന്നെ അവിടുന്ന് ഒഴിഞ്ഞു പോകണം. നോ, നോ മീൻസ് നോ. തോത്താറാം ഒരു പ്രാവശ്യം ഒഴിയില്ലെന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം ഒഴിയില്ലെന്ന് പറഞ്ഞത് പോലെയാ. നോ മീൻസ് നോ. അയാൾ പല വർഷമായി ആ വീട്ടിൽ ജീവിച്ചിരുന്നത് കൊണ്ട് അയാളുടേതെന്ന് പറയുന്നു. എന്റെ പൊന്നു സാറേ, ഞാൻ 2 ദിവസം പത്മനാഭപുരം കൊട്ടാരത്തിൽ പോയി താമസിച്ചാൽ ആ കൊട്ടാരം എനിക്ക് സ്വന്തമായി തീരുവോ? കേൾക്കണം സാർ, 3 മാസം മുമ്പ്, അതായത് ജൂൺ 5-ന് ഞങ്ങൾ ഇവിടുന്ന് വേൾഡ് ടൂർ പോയി. 8-ാം തീയതി ഞങ്ങൾ സൈബീരിയയിലെത്തി. അതുവരെ ജിം ഉണ്ടാക്കാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ 15-ാം തീയതി ജപ്പാനിലേക്ക് പോയി. പിന്നെ 25-ാം തീയതി ഞങ്ങൾ ആമസോണിലേക്ക് പോയി. എന്നാൽ തിരിച്ചു വന്ന് ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളെ പോലും അറിയിക്കാതെ
ഇവിടെ ജിമ്മ് തുടങ്ങിയിരിക്കുന്നു. വർഷത്തിന് മുകളിൽ വർഷം, മാസത്തിന് മുകളിൽ മാസം. ജൂൺ 5-ാം തീയതി, ജൂൺ 7-ാം തീയതി, ജൂൺ 21-ാം തീയതി, ജൂൺ 31-ാം തീയതി. തോത്താറാം അവന്റെ ബിസിനസ് നോക്കൂ അതോ കലണ്ടർ നോക്കൂ? എന്തൊക്കെയാണെങ്കിലും തോത്താറാമിന്റെയാണ് സ്ഥലം. സംശയമുണ്ടോ? മാസത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ജൂൺ മാസത്തിലെ 2-ാമത്തെ ആഴ്ചയാണ് തോത്താറാമ സ്ഥലം വാങ്ങിച്ചത്. എല്ലാം പഠിച്ചു വെച്ചിരിക്കുക അല്ലേ? പ്രൊഫഷണലിസം കാണിക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാ. വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങോട്ട് പോകും? പോകാൻ ഇടമില്ലാത്തവർക്ക് ദൈവം ഒരു സ്ഥലം തരും. ലോകത്തിൽ എന്തുമാത്രം സ്ഥലങ്ങളുണ്ട്, എവിടെയെങ്കിലും തങ്ങിക്കോ. അത് ശരിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും മരത്തിലാണ് താമസിക്കുന്നത്. ഒരു മാന്യമായ ബിസിനസ് തോത്താറാം എന്തിനു വേണ്ടി നിർത്തണം? തോത്താറാമിനെ ഒന്ന് നോക്കൂ. ശാന്തനാണ്, സൽസ്വഭാവിയാണ്, മര്യാദക്കാരനാണ്. അതേ കൂട്ടുകാരാ, മര്യാദക്കാരൻ. അത് മാത്രം ശരിയല്ല. ബസ്സിൽ കയറി ഒരു ടിക്കറ്റ് എടുത്തു എന്ന് വെച്ച് ആ ബസ് നമുക്കൊരിക്കലും സ്വന്തമായി തീരുകയില്ല. അതുപോലെ തന്നെയാണ് ഇതും. ബസ് എന്ന് പറഞ്ഞത് തോത്താറാമിനെയാണ്. സംശയമുണ്ടോ? ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞതൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ ഇവൻ ആളൊരു പുലിയാ. തോത്താറാം പുലിയാണോ? ഞാൻ കരുതിയത് വെറും തത്തയാണെന്നാ. എടാ പമ്പര വിട്ടി, അണ്ണൻ തത്വ തന്നെയാ. തോത്താറാം പൊക്കി പറഞ്ഞതാ. എന്റെ ഭായി, ഞാൻ പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാ. അതെ ഭായ്. എന്റെ അമ്മു, ഇയാൾ അന്നെ കോപ്പി അടിക്കുന്നു. അല്ലല്ലല്ല, രണ്ട് പക്ഷികളുടെയും വാദം കേട്ടതിന് ശേഷം ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇവര് പല വർഷങ്ങളായിട്ട് ആ വീട്ടിൽ ജീവിച്ചിരിക്കാം. എന്നാൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ തോത്താറാമാണ്. തോത്താറാം അവിടെ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് തീർച്ചയായും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്റെ മരത്തിൽ ഒരുപാട് സ്ഥലമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് താമസിക്കാം. മാത്രമല്ല പക്ഷികൾ മരത്തിലാണ് താമസിക്കേണ്ടത്. ഇനി ആ സ്ഥലത്തിന്റെ അവകാശം തോത്താറാമിന് മാത്രമാണ്. നമ്മൾ കേസ് ജയിച്ചു. അടിപൊളി. സംശയമുണ്ടോ? നമ്മൾ ജയിച്ചേ. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങൾ ഇടിക്കുന്ന ഇടയിൽ തോത്താറാം ഇവിടുന്ന് നാടുവിടും. ഇനി ഒരുത്തനും അവന്റെ ചിറകുകൾ വെച്ച് പറക്കാൻ പാടില്ല. തിരിഞ്ഞു നിക്ക്. ഹേയ്, നിൽക്ക്. വിധി എന്തായാലും പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതെ, പക്ഷെ യുവമാർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ ദാ ഇതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇതാ ഈ വലം വെക്കലോട് കൂടി ഇവരുടെ വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇവരെ ആശീർവദിക്കുക. കുട്ടിയുമായി വരുന്നുണ്ട്. ഓടിക്കോ. കല്ല് പെറുക്കി മാറ്റാതെ ആരാണ് പച്ചരി പൊടിച്ചത്? നീ എന്തിനാണ് എന്റെ നെഞ്ചിന് മേലെ തോക്ക് വെച്ചത്? അടികൈ. ഇതുവരെ ഞാൻ 3 ഗ്രാമത്തിൽ മോഷ്ടിക്കാനായി പോയി. പക്ഷെ ഒരുത്തന്റെ അടുത്തും 10 പൈസ പോലും ഇല്ല. ഞാൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഇനി കവിത എങ്ങാനും പറഞ്ഞ നിന്നെ ഞാൻ വെടിവെക്കും, ഒരു ദാക്ഷിണ്യമില്ലാതെ. ഇന്നെന്തായാലും നല്ല ദിവസമാണ്. നിങ്ങളോടൊപ്പം ഹണിയുമുണ്ട്. എന്നാൽ ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇൻസ്പെക്ടർ പാണ്ഡ, ഇൻസ്പെക്ടർ പാണ്ഡ. എല്ലാരും ഒഴിച്ചല്ലേ, അപ്പൊ ഞാനും ഒഴിക്കും. വേണ്ട, ഞാൻ എന്താ ഡസ്റ്റ്ബിൻ ആണെന്ന് വിചാരിച്ചോ? സോറി, എന്നോട് ക്ഷമിക്കൂ ഇൻസ്പെക്ടർ പാണ്ഡ. പരാതി കൊടുക്കാനുള്ള വെപ്രാളത്തിലെല്ലാം തെറ്റിപ്പോയതാ. എന്ത് പറ്റി കണ്ണ സാർ? അവധി കിട്ടിയപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോയി. ഗുഡ്ലി ബായ് എന്ന കൊള്ളക്കാരി എല്ലാം കട്ടുകൊണ്ടുപോയി. അടിക്കായി.
ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ കൊച്ചാളിയ? ആ കൊള്ളക്കാരിയെ പിടിക്കാതെ ഞാൻ വിടുകയില്ല. ഒരുപാട് വിളിച്ചു കൂവിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. കൊള്ളക്കാരിയെ പിടിച്ചില്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ ജോലിയുമില്ല. അടികൈ. ബാങ്കിൽ പോയാൽ അങ്ങ് ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒന്നും ഉണ്ടായിരിക്കടാ. ഇൻസ്പെക്ടർ പാണ്ഡ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്താ ചെയ്യാ? ഈ കൊള്ളക്കാരി തന്റെ പൂച്ച പരിവാരങ്ങളുമായിട്ട് വന്ന് കൊള്ളയടിച്ച് കാട്ടിലേക്ക് മറയുകയാണ്. ഈ കൊള്ളക്കാരി കുട്ട്ലി ബായി പൂച്ചകളുടെ പേരൊക്കെ നശിപ്പിച്ചോണ്ടിരിക്കുക. ഇൻസ്പെക്ടർ പാണ്ഡ, ആ കൊള്ളക്കാരിയെ പിടിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ആ കാട് അവരുടെ കൈവശമാണ്. അതിലെ എല്ലാ വഴികളും അവർക്കറിയാം. മാത്രമല്ല അവരുടെ കയ്യിൽ തോക്കുമുണ്ട്. അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നാളെ നിങ്ങളുടെ ടീമും ഞങ്ങളുടെ കൂട്ടുകാരും കാട്ടിലേക്ക് പോകാം. എന്നാൽ അങ്ങ് വരുമ്പോൾ യൂണിഫോം ഇല്ലാതെ വരണം. അതെ ബോയ്, ഞാൻ കുട്ട്ലി ബായെ വിടുകയില്ല. അവൾ കഴിഞ്ഞ ആഴ്ച കൊള്ളയടിച്ച ബാങ്കിലാ ഞങ്ങളുടെ എല്ലാവരുടെയും കാശുണ്ടായിരുന്നത്. ആവശ്യമില്ലാത്ത ചവറുകളെല്ലാം കത്തിക്കണേ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വീട്ടിലെത്തിക്കണേ. അടികൈ. എന്നാ സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് ആ ടീമിനെ തന്നെ മൊത്തത്തിലങ്ങ് പോക്കാന്നേ. നിർത്താ. എടാ എന്നെ ആരെങ്കിലും താഴെ ഇറക്ക്. മരത്തിൽ നിന്ന് ഇറങ്ങാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ മരത്തിൽ കയറി ഇരിക്കുന്നേ? ഇറക്കാനാ പറഞ്ഞത്, തള്ളിയിടാനല്ല. എടാ, നിർത്തുന്നതിന് മുമ്പ് ഒന്ന് വാണിംഗ് ചെയ്ത് നിർത്തിക്കൂടായിരുന്നോ? അല്ല, എന്തിനാ നീ നിർത്തിയത്? നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. കൊള്ളക്കാർ താമസിക്കുന്നത് അവിടെയാണ്. എവിടെയും കാണുന്നില്ലല്ലോ. നിനക്കെങ്ങനെ അറിയാം? കുതിരകളുടെ കാൽപ്പാടുകളുണ്ട് അവിടെ. അങ്ങോട്ട് നോക്കൂ. അടിപൊളി. എല്ലാവരും സന്തോഷത്തിന് മുഴുകിയിരിക്കുക. ഉടൻ തന്നെ ആയുധങ്ങൾ എടുത്ത് മാറ്റാ. ഇവര് വളരെ അപകടം പിടിച്ച ആൾക്കാരാണ്. സംശയമുണ്ടോ? അതെ ബായ്, എന്നാൽ നമ്മൾ ആരാണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. കലക്കി. അങ്ങനെ ഹീറോയിനെ പോലെയാ ഡാൻസ് കളിക്കുന്നത്. എന്നൊന്ന് പറയാനാ, ഞാന് ഹീറോയിൻ ആവാൻ ആഗ്രഹിച്ചതാ. ഒരുപാട് സിനിമകള് ഞാനും കണ്ടതാ. ഹീറോയിൻ ആവാൻ കഴിയാത്തോണ്ട് ഞാൻ കൊള്ളക്കാരിയായിട്ട് മാറി. ഒരു ദാക്ഷിണ്യമില്ലാതെ. നിനക്ക് നൃത്തം വലിയ ഇഷ്ടമല്ലേ? എന്നാ ഇപ്പൊ കണ്ടോ ചവിട്ട നാടകം. നിങ്ങളൊക്കെ ആരാണ്? പോലീസ്. 4 വശത്തു നിന്നും നിന്നെ ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. എന്നെ പിടിക്കാനായി പോലീസ് സേനയിൽ ഇതുവരെ ആരും തന്നെ ജനിച്ചിട്ടില്ല. വേഗം ആയുധങ്ങൾ എടുക്ക്. ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം. പശുവിനെ കെട്ടാനായി അടിച്ചു വെച്ചു കുറ്റി. നിന്റെ തോക്കുകൾ ഞങ്ങൾ നേരത്തെ എടുത്തു മാറ്റി. അടികൈ. നിന്നെയൊക്കെ കൈകാര്യം ചെയ്യാനായി എന്റെ കൈകൾ മാത്രം എനിക്ക് മതിയാവുന്നതായിരിക്കും. പോലീസുകാരനെ തന്നെ തല്ലുകയാണോ? തല്ലുമ്പോൾ ഞാൻ ആരാണെന്ന് നോക്കാറില്ല. നന്നായിട്ട് തല്ലും, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ. ആഹാരം നന്നായിട്ട് കഴിക്കണമെങ്കിൽ ഉണ്ടാവണം കറി. എന്നെ തല്ലുന്ന എന്തിനാ? ഞാനൊരു റെഫറിയാണ്. അടി. ഓ
അടി കയ്യെന്നാ ഞാൻ പറഞ്ഞത്. എന്റെ കവിളടിച്ച് പരത്താനല്ല, ഞാനൊരു പാവാ. ഇവര് രക്ഷപ്പെടാൻ നോക്കുകയാണ്. നിങ്ങളുടെ പക്കൽ ഒരുപാട് ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും എന്റെ ഗ്യാങ്ങിൽ ചേർന്നോളൂ. നമുക്ക് എല്ലാവർക്കും ഈ സിറ്റിയിലെ എല്ലാ കാശും അടിച്ചെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഇങ്ങനെ പറയാനായിട്ട് നിനക്ക് നാണമില്ലേ? കൊള്ളക്കാരിയായി മാറി പൂച്ചകളുടെ പേര് നശിപ്പിക്കുകയാണോ? ആരും ഇവിടെ കൊള്ളക്കാരെ ജനിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇൻസ്പെക്ടർ? എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. എപ്പോഴും അത് നടക്കാത്ത ഒരു സ്വപ്നം മാത്രമായിരിക്കും. രക്ഷപ്പെട്ടു. എന്റെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. സംശയമുണ്ടോ? എന്റെ ഡൈജഷനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പപ്പാളിപ്പഴം ഞാൻ കഴിക്കും. ഇതെന്റെ ഫേവറേറ്റ് കളറാണ്, അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കഴിക്കും. കിറ്റി ഡയറ്റിലാണ്. ഈ പപ്പാളിപ്പഴം ഞാൻ അവൾക്ക് തന്നെ കൊടുക്കും. കണ്ടോ, നമ്മളുടെ വഴക്ക് കാരണം ഇപ്പോ പഴം അവന്റെ കയ്യിലേക്ക് പോയി. എടാ, പണ്ടത്തെ പഴമൊഴി പോലെയായി. ഈ പൂച്ചകൾ തമ്മിലുള്ള തല്ലുകൾക്കിടയിൽ കൊരങ്ങനെ ലാഭം കിട്ടിയെന്ന് പോലെ. സംശയമുണ്ടോ? സുൽത്താന്റെ മകനാണ് ബാറ്റ്മാൻ. ബാഡ്മാൻ അല്ല, നീ ബാഡ് മങ്കിയാണ്. ഇപ്പൊ സമാധാനായല്ലോ. നമ്മൾ തിന്നേണ്ടത് അവന്റെ കയ്യിലേക്ക് പോയി. അതെ, നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോ അവന്റെ കയ്യിലേക്ക് പോയിരിക്കുകയാണ്. ഞാനിത് താഴെ വീഴുന്ന പൊട്ടാതിരിക്കാൻ പിടിച്ചു വന്നേ ഉള്ളൂ. ഈ പപ്പാളിപ്പഴം നിങ്ങളുടേതാണ്. എന്നാ വച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇപ്പൊ ബാഡ് മങ്കി ഗുഡായി. സംശയമുണ്ടോ? എല്ലാരും നന്നാകാൻ ഒരു ചാൻസ് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനും ഇപ്പോൾ നല്ലവനായിട്ട് മാറി. പായസമോ? സോറി, എനിക്കിത് വലിയ ഇഷ്ടമാണ്. ഒരു കുഴപ്പമില്ല, സമാധാനായിട്ട് കഴിക്ക. അടിപൊളി ആഹാരം തന്നെയാണ്. നിങ്ങളും വേണ്ട, കഴിക്കണ്ടേ? നീ കഴിക്കുന്നത് കണ്ടപ്പോ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. എന്നാ ശരി, ആഹാരം ഒരിക്കലും പാഴാക്കരുത്. ഇനി മധുരമൊന്നും ഒരു കുഴപ്പമില്ല. ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. വല്ലാതെ ഉറക്കം വരുവാ. നീ ഉറങ്ങാനായി പോവേണ്ട എന്ത് ആവശ്യമാണുള്ളത്? ഇവിടെ തന്നെ AC ഇട്ട് അങ്ങ് കിടന്നോ? വേണ്ട വേണ്ട, ഞാൻ കൂട്ടുകാർക്ക് ഒരിക്കലും ശല്യമാവുകയില്ല. കറണ്ട് ബില്ല് എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? കർത്താ, ഞാൻ എല്ലാവരുടെയും സുഹൃത്താ. നിങ്ങൾ നാലുപേരും മണ്ടന്മാരാണ്. ഞങ്ങൾ എങ്ങനെയാ മണ്ടന്മാരായത്? അതെങ്ങനെ എനിക്കറിയാം. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മണ്ടൻ എന്ന് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ കൊരങ്ങൻ അവന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് ആ 4 മണ്ടന്മാരുണ്ടല്ലോ, അവന്മാരെ ഞാൻ പറ്റിച്ചു. ആ ഹണി ബണി, പോപ്പട്ട്, പിന്നെ ജോർദാർ.
അവന്മാര് പറയാ ഞാൻ നല്ലവനാണ്. ഞാൻ അവന്മാരെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അങ്ങ് പറ്റിച്ചോ. എന്നാലും അവൻ നമ്മോട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് വെറുതെ വിടരുത്. മണ്ടന്മാരുള്ളത് വരെ കബളിപ്പിക്കുന്നവർ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും. സംശയമുണ്ടോ? എന്തായാലും അവൻ ഡിന്നറിന് വരുമല്ലോ. അവന് കൊടുക്കുന്ന ഡിന്നറ് അവൻ ജീവിതത്തിൽ മറക്കരുത്. ഇന്ന് രാത്രി കാണിച്ചു കൊടുക്കാം. അല്ല കൂട്ടുകാരാ, എന്തിനാ ജനവഴി വന്നത്? ഡോർബെല്ല് അടിച്ചിട്ട് മുന്നിലൂടെ വന്നൂടായിരുന്നോ? വിനാശകാലെ വിപരീത ബുദ്ധി. സംശയമുണ്ടോ? വേഗം വാ, ആഹാരം കഴിക്കാം. പാലക് പനീർ. ഇത് പാലക് പനീരല്ല, പച്ചമുളകിന്റെ പേസ്റ്റ് ആണ്. ഇത് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? കൊള്ളാം കൊള്ളാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ആകാശത്തിൽ പറക്കാൻ പറ്റുമെന്ന്. ടു മച്ച് ഫൺ, ടു മച്ച് ഫൺ. നല്ല രസമുണ്ടല്ലേ പോപ്പട്ട്? അതെ, സംശയമുണ്ടോ? വാ, വേഗം നമുക്ക് കരയിലേക്ക് പോകാം. ഓക്കേ. പോപ്പട്ടെ, ഹാൻഡിൽ ജാം ആയിരിക്കാണ്. എന്ത്? ഇത് തിരിക്കാൻ കഴിയുന്നില്ല. എടാ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. മാറിക്കോ, മാറിക്കോ, മാറിക്കോ. ആകാശം താഴെ പൊട്ടി വീണു, ആകാശം താഴെ പൊട്ടി വീണു. എടാ, കഴുതേ, പാരഷൂട്ടാണ്. വേഗം തന്നെ കരയിലേക്ക് നോക്കി തിരിക്ക്. എടാ, ഹാൻഡിൽ ജാം ആയിരിക്കാണ്. നീ സൂക്ഷിച്ച്. ഹലോ. ഹായ്. ഞങ്ങൾക്ക് കരയ്ക്ക് പോകണം. ഞങ്ങൾ അവിടെ എത്തിക്കാമോ പ്ലീസ്? പറ്റില്ല. ഈ പാറ എങ്ങനെയാണ് വെള്ളത്തിന്റെ പുറത്ത് പൊങ്ങി കിടക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു പാറയൊന്നുമല്ല. പിന്നെ എന്താണ്? എടാ, നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? എടാ, നമ്മൾ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. സംശയമുണ്ടോ? അതെ, എന്നാൽ നമ്മൾ വഴി തെറ്റി എത്തിയത് മത്സ്യങ്ങളുടെ സ്വർഗത്തിലേക്കാണ്. കറി വെക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാനൊരു 100 ഗ്രാം പോലും ഉണ്ടാവില്ല. സംശയമുണ്ടോ? നീ എന്താണ് പറഞ്ഞു വരുന്നത്? നിന്നെ വിട്ടിട്ട് ഞങ്ങളെയൊക്കെ കറിവെക്കാൻ പറയാണോ? ഈ പോപ്പട്ട് ചതീനാണ്. ഇവന് ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഞാനിന്ന് ഇവിടെ ബാർബിക്യൂ ആക്കും. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. നിങ്ങളെയല്ല കറി വെക്കാൻ പോകുന്നത്. നിങ്ങൾ കറി വെക്കണം എന്നാണ് പറഞ്ഞത്. കുറെ നാളായിട്ട് സീ ഫുഡ് കഴിച്ച് വല്ലാതെ ബോറടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ
രുചിയുള്ള നല്ല നല്ല കറികൾ ഉണ്ടാക്കി തരണം. ഓക്കേ? വെള്ളത്തിന് വല്ലാത്ത തണുപ്പ്. ഞാൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കി തരാം. മാഡം, ഞങ്ങൾ ആഹാരമുണ്ടാക്കി തന്നാൽ നിങ്ങൾ ഞങ്ങളെ ഇവിടെ നിന്ന് വിടുമോ? അതെ, ഒരു 4-5 വർഷം കഴിഞ്ഞ് എപ്പോ നിങ്ങളുടെ കറികൾ ബോറടിക്കുന്നുവോ അപ്പൊ നിങ്ങളെ പറഞ്ഞു വിടും. എന്താ സന്തോഷായോ? 4-5 വർഷം കഴിഞ്ഞോ? വേഗം പോയി നല്ല രുചിയുള്ള കറികൾ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? ശബ്ദം ഉണ്ടാക്കാതെ വാ, ഇവിടെ ആരും ഇല്ല തോന്നുന്നു. ബണി, നീ ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇവിടെ ഞാന് വാക്യൂം ഡോർ കണ്ടു, നമുക്ക് അതിലൂടെ പുറത്തേക്ക് പോകാം. ഒരു വശത്ത് ഷാർക്ക്, മറുവശത്ത് കടൽ കുതിര, വേറൊരു വശത്ത് ഓക്ടോപ്പസ്. നമ്മൾ ഏത് വശത്താണ് പോവുക? ഇതുപോലെ അറിഞ്ഞൂടെ? 4ാമത്തെ വശം ഫ്രീ ആണല്ലോ, ആ വശത്തൂടെ നമുക്ക് പോവാം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മുകളിലേക്ക് പോകാൻ നോക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറികൾ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. വേഗം തുണി കൊണ്ട് മുഖം കെട്ട്. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പോപ്പട്ടിന്റെ മുഖമാണ് തുണി വെച്ച് കെട്ടേണ്ടത്. നല്ല ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ വാ വെറുതെ ഇരിക്കില്ല. ബണ്ണി എന്ത് പറയുന്നുവോ അത് കേക്ക്. എത്ര നല്ല മണമാണ് വരുന്നത്. വേഗം ആഹാരം പാകം ചെയ്യൂ, എനിക്ക് നന്നായി വിശക്കുന്നു. നിനക്ക് നല്ല മണം വരുന്നുണ്ടല്ലേ? കഴിച്ചു കഴിയുമ്പോ നിനക്ക് മനസ്സിലാകും. കണ്ടോ, ഈ മുളക് പൊടി അവളൊരു പാഠം പഠിപ്പിക്കും. നല്ല എരിവുള്ള ടേസ്റ്റി ഫുഡ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ്. കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട്. കഴിച്ചോളൂ. എന്റെ ഭായ്, പിക്നിക് വരുന്നത് എന്തായാലും നല്ലൊരു സംഭവം തന്നെയാ. എല്ലാ മാസവും ഇതുപോലെ തന്നെ പിക്നിക്കിന് വരണം. സംശയമുണ്ടോ? ഒരു സംശയമില്ല. എന്താണ് പ്രോബ്ലം? എനിക്ക് സിറ്റി വരെ ഒന്ന് പോകണം. ഒരു ലിഫ്റ്റ് തരാമോ?
സ്നേഹത്തോടെ സ്നേഹത്തോടെ. സ്നേഹത്തോടെ സ്നേഹത്തോടെ എന്തിനാ? ഞങ്ങൾ അല്ലെങ്കിലും ലിഫ്റ്റ് തരുന്നതായിരിക്കും അല്ലേ കൊച്ചളിയ? ഒരു മിനിറ്റ്, നിങ്ങൾ ഈ കാട്ടില് ഹൈവേയിൽ എന്ത് ചെയ്യാണ്? ഇതെടുക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. ഇതെന്താണ്? ഇത് വെച്ച് എല്ലാവരും ഞാൻ എന്റെ അടിമയാക്കി മാറ്റും. നിങ്ങളുടേതായിട്ട് ഒന്നും തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയില്ല. എല്ലാവരെയും ഞാൻ എന്റെ വശത്താക്കിയിരിക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. എല്ലാം കൊള്ളടിക്കൂ. ഈഷ്, രാവിലെ ചൂടുള്ള ചായ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എല്ലാം സുഖമായിരിക്കും. നിൽക്ക്, ഇത്ര വേഗത്തിൽ. വേണ്ട സാർ, വേണ്ട സാർ. ഈഷ്, ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. അമ്പലത്തിൽ പോയി ദൈവത്തെ തൊഴുതു. ഇൻസ്പെക്ടർ പാണ്ഡേന്റെ കംപ്ലൈന്റ് എഴുതൂ. അടികൈ. ആദ്യം ഞങ്ങളാ വന്നത്. ആദ്യം ഞങ്ങളുടെ കംപ്ലൈന്റ് എഴുതേണ്ടത്. അതെ, ഇന്ന് രാവിലെ ഞങ്ങളുടെ സാധനങ്ങൾ ചിലർ കൊള്ളയടിച്ചു. എടാ, ഇന്നലെ രാത്രി എന്റെ ചില സാധനങ്ങൾ കൊള്ളയടിച്ചു. എന്റെ കാറും അവര് കൊണ്ടുപോയി. നിങ്ങളുടെ ചെറിയ കാറല്ലേ, എന്റെ രസീതാണ്. കാറിന്റെ വലിപ്പം നോക്കി മതി കംപ്ലൈന്റ്. പ്രളയജലത്തിൽ വീടുകളെല്ലാം മുങ്ങി താണു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനപ്പെടുത്തുകയാണ്. അടികൈ. എന്താ സംഭവിച്ചത്? ഒരുപാട് ആഹാരം കഴിച്ചപ്പോൾ മെലിഞ്ഞവൻ പോലും തടിച്ചു. ഹൈവേയിൽ വെച്ച് ഒരു പെൺകുട്ടി എന്റെ എല്ലാം കൊള്ളയടിച്ചു. അടികൈ. ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എല്ലാം കൊള്ളയടിച്ചെന്നു. ഹൈവേയിൽ വെച്ചൊരു പെൺകുട്ടി എന്റെ എല്ലാം കൊള്ളയടിച്ചു. എനിക്ക് റിപ്പോർട്ട് നൽകണം. ഇങ്ങോട്ട് വന്നേ. റിപ്പോർട്ട് കൊടുക്കേണ്ടത് അങ്ങാണ്. അങ്ങ് ഇങ്ങോട്ട് വരൂ. അതും ശരി തന്നെയാ. ഇവിടെ എന്താടാ ഗുസ്തി മത്സരമാണ്? പ്ലീസ് സിറ്റി വരെ എനിക്കൊരു ലിഫ്റ്റ് തരാമോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. കുരയ്ക്കുന്ന ഡോഗി ഒരിക്കലും കടിക്കുകയുമില്ല. നിന്റെ ട്രിക്സ് ഒന്നും എന്റെ അടുത്ത് നടക്കുകയുമില്ല. അടികൈ. നീയോ? കണ്ടം പൂച്ച കണ്ണടച്ച് പായസം കുടിച്ചു. ഈ വേഷത്തിൽ വന്ന എന്നെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? കാരണം ഇതുപോലത്തെ കവിത ലോകത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും പറയുകയില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. എല്ലാവരെയും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. ഇനി ഒന്നും തന്നെ നിങ്ങളുടേതായിട്ട് ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ വശത്താക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. അത് ശരി, എന്നെ പിടിക്കാനുള്ള പ്ലാൻ ആയിരുന്നോ? സ്നേഹത്തോടെ സ്നേഹത്തോടെ. എന്റെ ലോക്കറ്റിന്റെ മായാജാലം. നിങ്ങളെ എല്ലാവരും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. ഇനി ഒന്നും തന്നെ നിങ്ങളുടേതായിട്ട് ഉണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരെയും ഞാൻ എന്റെ അടിമയാക്കി തീർക്കും. സ്നേഹത്തോടെ സ്നേഹത്തോടെ. ഇനി നിങ്ങളെല്ലാവരും ഭ്രാന്തന്മാരായി തീരും. ഓരോരുത്തരും തമ്മിലടിക്കൂ, ഡാൻസ് കളിക്കൂ, കൊരങ്ങന്മാരെ പോലെ തലകുത്തി മറിയൂ. സ്നേഹത്തോടെ സ്നേഹത്തോടെ. എന്റെ ലോക്കറ്റ്. നിന്നെ ഞങ്ങൾ എല്ലാവരെയും അടിക്കേ. എന്തോ റെഡിയാണ്. സംശയമുണ്ടോ?
ഞാനിവിടെ ഉള്ളപ്പോൾ എന്റെ സുഹൃത്തുക്കളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എവിടെ പോയി? എവിടെ പോയി? നിങ്ങൾ ഒന്നിച്ച് ഈ ഗ്യാങ്ങിനെ പിടിച്ചിരിക്കുകയാണ്. വിശന്ന് വലഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി ഉരുട്ടിപ്പരത്തി. ഈ കുട്ടികൾ ഗുണ്ടകളെ ഇടിച്ചു നിർത്തി. അടികൈ. ദാ നോക്ക്, രക്ഷപ്പെടുന്നു. പിടിക്കവളെ. നിക്കവിടെ, ഇങ്ങോട്ട് ഓടുന്നത്. രക്ഷപ്പെടാൻ നോക്കണ്ട, സറണ്ടർ ആവുന്നതാ നല്ലത്. പ്ലീസ് എന്നെ വിട്ടേക്ക്. സ്നേഹത്തോടെ സ്നേഹത്തോടെ. നീ ഒരു കുറ്റവാളിയാണ്. സബാഷ്, നിങ്ങൾ ഒന്നിച്ച് ഈ ഗ്യാങ്ങിനെ തന്നെ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്ക് പ്രൊമോഷൻ കിട്ടും. നീ ഉടൻ തന്നെ ഗണ്ണെടുക്ക്. കല്ലെടുത്തെറിഞ്ഞപ്പോൾ മാവിൽ നിന്ന് മാങ്ങ വീണു. സത്യം പറഞ്ഞു, ഈ ഗൺ ഒറിജിനൽ ആണോ? അടികൈ. ഇന്ന് നിങ്ങൾ എല്ലാവരെയും ഇയാൾ കൊല്ലാൻ പോവുകയാണ്. അവന് ഉന്നം പിടിച്ച് വെടിവെക്ക്. ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല. വെക്ക് വെടി. എല്ലാവരും സുഹൃത്താ. വേഗം താഴെ ഇറങ്ങ്. ഇതാ നോക്ക്. ഇതെവിടെ പോയി? ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ നന്ദുവാണ് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചത്. ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്? അല്ല, ഇയാളാരാ? കണ്ടോ, കള്ളൻ പോവുകയാണ്. അവന് വേഗം പിടിക്കണം. വരൂ. ഐഡിയ. അല്ല, ഈ ബണ്ണി എവിടെയാ പോയത്? കാണുന്നില്ലല്ലോ. എന്നെ പിടിക്കാൻ മാത്രമായോ നിങ്ങളെ? എടാ, നീ എന്തായി കാണിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇവന്മാരെന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. അവനെവിടെ പോയി? എവിടേക്കാ പോയത്? ഇങ്ങോട്ടാണല്ലോ വന്നത്.
എന്താ അമ്മേ എന്താ? എന്നെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യിക്കും മോനെ, നിനക്ക് നല്ലത് വരുവടാ. എന്നാലും ഇവൻ എവിടെ പോയി മറഞ്ഞു? എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമല്ല, അത് മനസ്സിലാക്കിക്കോ. നന്നായിട്ട് ശ്രമിക്ക, പക്ഷെ നടക്കില്ല. എന്തെങ്കിലും ധർമ്മം തന്ന് സഹായിക്കണേ, നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾ ജാക്കറ്റ് ഇട്ട് താടി വെച്ച ഒരുത്തനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, എന്ത് പറ്റി? അവൻ ബാങ്ക് കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു. അയ്യോ, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇത്രയും ദിവസമായിട്ട് ജിമ്മിന്റെ സാധനങ്ങൾ എത്തിയിട്ടില്ല. അതെ, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നിട്ട് പോയതാ. സാർ അങ്ങ് ഇന്നലെ കാശ് തന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ആവുമായിരുന്നു. എന്റെ പക്കൽ രസീതുണ്ട്, ദാ നോക്ക. ഇത് സംഭാവന കൊടുത്ത രസീതാ. തോത്താറാമേ, നീ ആർക്കാ സംഭാവന കൊടുത്തത്? ഇല്ലെന്നേ. പക്ഷെ നീ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞോന്നാ? കാശ് ഞാൻ കൊടുത്തത് ഓർമ്മയുണ്ട്, അത് വാങ്ങാൻ എനിക്കറിയാം. എന്നെ പറ്റിച്ചിട്ട് ആർക്കും ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. ഇത് തീർച്ചയായും അവൻ തന്നെയാ. അവൻ അതിലേ പോകുന്നു, പിടിക്കവനെ. സോറി സാർ, ഞങ്ങൾ സ്ത്രീയാണെന്നാ കരുതിയത്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്ത്രീയാണെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് നല്ലത് വരും, നിങ്ങൾക്ക് നല്ലത് വരും. എടാ പിടിക്ക്, ഇത് അവൻ തന്നെയാണ്. അവൻ വീണ്ടും വേഷം മാറി വന്നിരിക്കുക. എന്നെ പിടിക്കാൻ വരുന്നോ? ഇപ്പൊ കാണിച്ചു തരാം. ആഹാ, നീ വേഗം പറന്നു പോയി അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്ക്. നിങ്ങളവിടെ